അല്ലേ ചേച്ചി, ഞാൻ വ്യൂ ഫൈൻഡറിൽ കൂടി നോക്കിയതാ. ഞാൻ എടുക്കാൻ പോകുന്ന പടത്തിൽ ചേച്ചിക്ക് നല്ലൊരു റോളുണ്ട്, യാചികയുടെ അമ്മയായിട്ട്. നല്ല അമ്മയായിട്ടാ. ആ നാരായണ ഭഗവാനെ നന്നായിരിക്കട്ടെ. ഞാനിന്ന് അഭിനയിച്ചു തുടങ്ങട്ടെ. അയ്യോ, അത് പറയാനാ ഞാൻ വന്നത്. അഭിനയിക്കണമെങ്കിൽ അഭിനയം പിടിക്കാൻ ക്യാമറ വേണം. വേണം? എവിടെ ക്യാമറ? എവിടെ? എല്ലാം എടുത്തു വെച്ചാട്ടെ. എന്റെ സംഭാഷണം എന്തുവാ, ഞാനൊന്ന് കേക്കട്ടെ. ചേച്ചി, ക്യാമറ വെക്കണമെങ്കിൽ ക്യാമറാമാൻ വേണം. വേണം. ക്യാമറയിലിടാൻ ഫിലിം വേണം. ലൈറ്റ് വേണം, യൂണിറ്റ് വേണം, കൂടെ വരുന്നവർക്ക് ശമ്പളം വേണം. വേണ്ടേ? എല്ലാം വേണമല്ലോ. ഇതിനൊക്കെ കാശ് വേണ്ടായോ? കാശോ? കാശ്, പണം. ഇതിനൊക്കെ ചെലവൊക്കെ പണം വേണ്ടായോ ചേച്ചി? വേണം. ആ പണം വേണമെന്നാ ഞാൻ പറയുന്നേ. എന്റെ കയ്യില് പണം ഇല്ല ചേച്ചി. എന്റെ റോള്. എന്റെ പൊന്നെ, നീ കിടന്ന് ധൃതിപ്പെടാതെ. പ്രേം നസീർ, സത്യൻ, മധു, മമ്മൂട്ടി, മോഹൻലാല് ഇവരൊക്കെ അഭിനയിക്കാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ? കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. എന്നാ പിന്നെ എന്റെ കാശ് വാങ്ങിച്ച എന്തിനാ? ഓ, എന്തോ കാശ് വാങ്ങിച്ച എന്തിനാന്നോ? നീ കാശ് തന്നെ എന്തിനാ? തരാതെ വാങ്ങാൻ പറ്റുവോ? എടേ അനിയാ, നീ അടഞ്ഞ് തറയുന്നില്ലേ? തെയ്ന്ന് കിടന്ന് ചാടാതെ. നിനക്ക് റോളല്ലേ വേണ്ടുന്നത്? ശരിയാക്കാം, ഞാൻ ശരിയാക്കാമെന്ന്. പക്ഷെ കുറച്ചുകൂടെ ചെലവ് ചെയ്യണം. അയ്യോ, ഇപ്പൊ തന്നെ? എപ്പ തന്നെ? ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം, കഷ്ടത്തിലിരിക്കുന്ന പോകാനും പാടില്ല. നോക്ക്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശുണ്ടല്ലോ, പുട്ടടിക്കാനല്ല, അഡ്മിഷൻ ഫീസാ. അഡ്മിഷൻ ഫീസ്. ഇതിന്റെ ഏറ്റക്കുറിച്ചിലനുസരിച്ചാ ഡയറക്ടർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേട്ടോടാ മോനെ. മറിയച്ചേട്ടത്തിയേ, ഇങ്ങോട്ട് കേറി വരാൻ. ഓ, ഇങ്ങോട്ട് അങ്ങനെ നട്ടെ. ഇവിടെ ഇതേ നമ്മുടെ വീട് പോലെ തന്നെ ഇല്ലയോ മറിയച്ചേട്ടത്തിയെ? അല്ലല്ലോ അനിയത്തി, ഇതെന്റെ ഓഫീസ് അല്ലയോ? അയ്യോ കേട്ടോ, ഈ ചേട്ടത്തിയോട് ഒരു തമാശ പറയാൻ പോലും പറ്റത്തില്ലെന്നായി. ഇതാരാ? ഇത് നമ്മുടെ ഇവിടെ ദരിദ്രർ എത്ര പേരുണ്ട്? മനസ്സിലായില്ല. അല്ല, ഇവിടെ ദരിദ്രരാരും ഇല്ലേ? ഇല്ലേ? അതെ, പാവപ്പെട്ടവരാരും ഇല്ലയോ എന്നായി ഈ കൊച്ചു ചോദിച്ചത്. ഞാനൊരു പാവമാ, എന്റെ സ്റ്റാഫും പാവങ്ങളാ, സാധുക്കളാ. ആരോടും ഒരു വഴക്കിനും ബഹളത്തിനും ഒന്നും പോകുകയല്ല എന്റെ കൊച്ചേ. അതല്ല, കാശില്ലാത്തവര്, പണമില്ലാത്തവരെ. ഇൻകം ടാക്സിൽ നിന്നാണോ അതോ പിരിവോ? അയ്യോ, ടാക്സ് ഒന്നുമല്ല. എന്റെ ചേട്ടത്തെ ഇതേ പടം പിടുത്തക്കാരിയാ. പടം, അതിന്റെ പേരെന്തുവാ? ഡോക്യുമെന്ററി. ഞാനൊരു ഷോർട്ട് ഫിലിം മേക്കറാ. ഇന്ത്യയിലെ ദരിദ്രരെ കുറിച്ചൊരു ഫിലിം ചെയ്യുന്നുണ്ട്. ഓ, അങ്ങനെ. എന്റെ കൊച്ചേ, ഇന്ത്യയില് ദാരിദ്ര്യമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ പടത്തെ പിടിക്കാനുണ്ടല്ലോ. ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ മഴ, ഇന്ത്യയുടെ ചരിത്രം. ദാരിദ്ര്യം തന്നെ പിടിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതെ, എന്റെ ചേട്ടത്തി ഇത് പുറത്തോട്ടൊക്കെ കയറ്റി അയക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അവിടുത്തുകാര് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ വേണ്ടായോ കാണിച്ചു കൊടുക്കാൻ? എന്നാലേ സമ്മാനം കിട്ടത്തുള്ളൂ, ഇല്ലയോ ചേ? അങ്ങനെ. ശരി, അതിനിപ്പോ എന്റെ അടുത്ത് വന്നത് എന്തിനാ? അല്ല, ഈ കൊച്ചിന് കുറച്ച് പൈസ വേണം. എത്ര വേണം കൊച്ചേ? മടിക്കാതെ ചോദിച്ചോ. സ്വന്തം ചേട്ടത്തിയോട് ചോദിക്കുന്ന പോലെ അങ്ങ് ചോദിച്ചാ മതിയെന്നേ. എനിക്കൊരു ഫിനാൻസറെ വേണം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, കോ പ്രൊഡ്യൂസർ. ഓ, അതിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ വീട്ടിലില്ലയോ കോപ്പൊടി? ഞാൻ തരത്തില്ലയോ? അതല്ല, കോ പ്രൊഡ്യൂസർ. കോ പ്രൊഡ്യൂസർ. എന്നിട്ട് കിട്ടുന്ന അവാർഡ് തുകയിൽ പാതി, ഹാഫ്. അല്ലേ ഏട്ടത്തി, ഈ കൊച്ചെന്നോട് വന്ന് പറഞ്ഞു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ കാശുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണേന്ന്. ഞാൻ പറഞ്ഞു ഈ നാട്ടില് ഒരേ ഒരാളേ ഉള്ളു കാശുകാരത്തിയായിട്ട്, അത് ചേട്ടത്തിയാണ്. സ്വന്തം അനിയത്തിക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുന്നല്ലയോ? സ്വന്തം അനിയത്തിക്ക് ശമ്പളം കൊടുക്കുന്നത്? എന്റെ ചേട്ടത്തി നമ്മുടെ സതിയുടെ ചേച്ചി അല്ലയോ ഇത്? സതി പറഞ്ഞിരുന്നു. ആണ്ട കണ്ടോ, ബന്ധങ്ങള് പറഞ്ഞപ്പോ കാര്യങ്ങൾ എളുപ്പമായത് കണ്ടോ. അപ്പൊ ചേട്ടത്തി എന്റെ കോ പ്രൊഡ്യൂസർ ആവുന്നതല്ലേ? അതെ, ഞാനൊരു ഫൈനാൻസർ. ലാഭം കിട്ടുന്ന എന്നാൽ മര്യാദ വിടാത്ത കാര്യങ്ങൾക്ക് ഞാൻ കാശ് കൊടുക്കും. വിഷ്വൽ മീഡിയയ്ക്ക് ഞാൻ ഇതുവരെ ഫൈനാൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം പറയാം. മതി, എനിക്കത് മതി.
സിനിമയിലൊക്കെ ഇറങ്ങി കാശൊക്കെ വാരുമ്പോ ഈ അനിയത്തിയെ മറക്കല്ലേ ചേട്ടത്തി. അല്ല അപ്പോഴേ അനിയത്തി, ആ എന്നെ ഇങ്ങനെ ചേട്ടത്തി ചേട്ടത്തി എന്ന് വിളിക്കുന്നോണ്ട് ചോദിക്കുവാ, അനിയത്തിക്ക് എത്ര വയസ്സായി? അയ്യോ ഓ, ഈ ചേട്ടത്തിയുടെ ഒരു തമാശ. അതെ, എണ്ണക്കേട് കൊണ്ടാ ഇങ്ങനെ നരച്ചിരിക്കുന്നത്. ഞാൻ ചേട്ടത്തിയോട് പറയാം, ചേട്ടത്തിയോട് രഹസ്യമായിട്ട് പറയാം. ഓ, എന്നാ എന്റെ വയസ്സ് ഞാനും പറയാം. ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അനിയത്തി. ചേട്ടത്തിന്ന് തന്നെ വിളിച്ചാ മതി. ആ വിളി കേൾക്കാനാ ഒരു സുഖം. എന്നാ അനിയത്തി ചെല്ല്. ശരി, അപ്പൊ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാം. ആയിക്കോട്ടെ. വരട്ടെ. അയ്യേ അയ്യയ്യയ്യേ, ഛേ, ഇതിനേക്കാളും നല്ലത് ചത്ത് കളയണതാണ്. ഓ, എന്തൊരു വരവാണ് വന്നത്, ഇടിപൊളി തുമിക്കണത്. എടുത്ത് മലമറിച്ചു കളയെന്നൊക്കെ അല്ലേ വിചാരിച്ചത്. ഇപ്പൊ എന്താ, കടം വായിക്കാൻ കൈ നീട്ടി നിക്കണ്. അയ്യേ അയ്യയ്യയ്യേ. ഓ, എനിക്ക് ആ മറിയച്ചെടുത്തൊരു കഷ്ടം തോന്നുക. ആ റാണിയുടെ വാചകത്തിൽ വീണ് സിനിമയ്ക്ക് വേണ്ടി കാശ് കുറെ ചെലവാക്കാൻ പോവാണല്ലോ. മറിയച്ചെടുത്ത് ചുമ്മാ അങ്ങനെ കാശൊന്നും വിട്ട് കളിക്കില്ല. ചില സംവിധായകരൊക്കെ നിർമ്മാതാക്കളെ വലിയ മോഹങ്ങളൊക്കെ കൊടുത്ത് വലയിൽ വീട്ട. അല്ല, അതൊക്കെ ഒരു പ്രത്യേക കഴിവാണേ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈശ്വര, ആ മറിയച്ചെടുത്തേക്ക് കഷ്ടകാലം തുടങ്ങാൻ പോവാണല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരിത്? ഡയറക്ടർ സാറോ? അയ്യോ, ഒന്ന് പതുക്കെ. ശരി, പതുക്കാം. ആരിത്? ഡയറക്ടർ സാർ? അല്ല, ഞാനന്ന് പറഞ്ഞ കാര്യമില്ലേ, ഫൈനാൻസ് ചെയ്യല്. ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചു കൊച്ചേ. കൊച്ചു പോയതിനു ശേഷം ഞാൻ വിഷ്വൽ മീഡിയയെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ പഠിച്ചു. അപ്പൊ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്താ മനസ്സിലായേ? പ്ലാനിംഗ് ഇല്ലാത്ത ഡയറക്ടർമാരാണ് പല സിനിമകളും നഷ്ടത്തിൽ പോകാൻ കാരണം. കഥാചർച്ച നടക്കുമ്പോൾ ഉൾപ്പെടെ ഹെവി ഇനിഷ്യൽ എക്സ്പെൻസ് അല്ലയോ. ലക്ഷങ്ങൾ ചെലവാക്കി ഫുഡ്, 10,000 ചെലവാക്കി ലൊക്കേഷൻ കാണൽ. അവസാനം പടം തുടങ്ങുന്ന സമയത്ത് വലിയ ഒരു തുക പ്രൊഡ്യൂസർക്ക് പൊട്ടിയിട്ടുണ്ടാവും. ആ, പിന്നെ ഫൈനാൻസറെ തേടിയുള്ള ഓട്ടം കൊച്ചിപ്പോ ഓടുന്നത് പോലെ. അയ്യോ, ഇത് അങ്ങനെയൊന്നല്ല. ഞാൻ ആദ്യം കുറെ കാശ് ചെലവാക്കിയതാ. അത് പക്ഷേ അറ്റ്മോസ്ഫിയർ പഠിക്കാൻ വേണ്ടിട്ടാ. ഞാൻ കാശ് ചെലവാക്കാം, ആ, പക്ഷേ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ കണ്ടീഷൻസും ഞാൻ അംഗീകരിച്ചിരിക്കുവാ. ആ, കണ്ടോ കണ്ടോ, ഇത് തന്നെയാ ഒരു തട്ടിക്കൂട്ട് സംവിധായകന്റെയും സംവിധായികയുടെയും ലക്ഷണം. അല്ല, ചേട്ടത്തി തന്നെ അങ്ങ് പറഞ്ഞേക്ക്. ആ, കഥ ഞാൻ തീരുമാനിക്കും. സ്ക്രിപ്റ്റ് മുഴുവനും എനിക്ക് കാണണം. പിന്നെ ബജറ്റിംഗ്, ചാർട്ടിംഗ്, ലൊക്കേഷൻസ്, ആർട്ടിസ്റ്റ്, ഇതൊക്കെ എന്റെ പൂർണ്ണ അറിവോടുകൂടി ആയിരിക്കണം. എന്താ? അല്ല, ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഈ ടേമുകളെ അതൊക്കെ എങ്ങനെ പഠിച്ചു? എന്റെ കൊച്ചേ, നമ്മളൊക്കെ ബിസിനസ്സിൽ ഇറങ്ങുമ്പോഴേ ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് പഠിക്കുക എന്നുള്ളതാ. ഒരു ബിസിനസ്സില് കാശെന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഘടകമാണ്. വിജയിച്ച ഏത് ബിസിനസിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെ കൊച്ചേ. അപ്പൊ ചേട്ടത്തി? അതെ, ഞാനൊരു സിനിമ നിർമ്മിക്കുന്നു. എന്റെ മനസ്സിലെ സിനിമ റാണി സംവിധാനം ചെയ്തു തരുന്നു. എന്താ? അപ്പോ വരുന്ന തിങ്കളാഴ്ച ഞാൻ വീട്ടിലോട്ട് വരും. തിങ്കളാഴ്ച നല്ല ദിവസമല്ലയോ? ഞാൻ പറഞ്ഞില്ലേ, മറിയച്ചേട്ടത്തിയുടെ കാര്യം പോക്കായി. അനുകൂലമായിട്ട് എന്തൊക്കെ സംസാരിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സതീന്റെ തറയിലൊന്നും ആയിരിക്കില്ലല്ലോ നിൽക്കുന്നത്. ഈശ്വര, സംവിധായകരുടെ അനിയത്തി എന്ന് പറഞ്ഞോ, അതൊരു വലിയ പദവിയാ. നമുക്കേ മറിയച്ചേടത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലോ, എടുത്തു ചാടി സിനിമ പിടിച്ചാലുള്ള കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ അറിയിക്കാം. മറിയച്ചേട്ടത്തി ഒരു കാര്യം തീരുമാനിച്ച മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് മാറ്റാൻ പോണില്ല. ഏതായാലും നമുക്ക് കൂടി അഭിനയിക്കാൻ ചേരുന്നതാണ് നല്ലത്. റാണി കുഞ്ഞ് സിനിമ പിടിക്കുകയാണെങ്കിൽ അതിലൊരു റോള് ലതാകുമാരി ഒപ്പിക്കും. നാത്തൂന്റെ റോള് ചോദിച്ചു വാങ്ങണം. ആദ്യം മറിയച്ചേട്ടത്തിന്റെ തീരുമാനം എന്തൊക്കെയാണെന്ന് വ്യക്തമാവട്ടെ.
ആ എന്തൊരമ്മാവ അസുഖങ്ങളൊക്കെ തന്നെ. ഓ കേൾവിക്കുറവായോ? അല്ല അത് മാറ്റിത്തരാം. ഇങ്ങോട്ട് വന്നേ. അന്ന് തന്നതുപോലെ ഒരു 4-5 കൂടെ തന്നേക്കട്ടോ. അപ്പൊ ചെവി കേക്കാം. ആ ആ ആ, അയ്യോ മറിയ ചേട്ടത്തി, അനിയത്തി മറിയ ചേട്ടത്തി വന്നു. വരൂ, വരൂ. പതുക്കെ. വന്നോ. ആ അപ്പോ സതി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ആ, 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 ഉം. ഞങ്ങളൊരു സിനിമ പിടിക്കുക എന്ന് വെച്ചാ ഞാൻ നിർമ്മിക്കുന്നു, റാണി സംവിധാനം ചെയ്യുന്നു. അല്ല ചേട്ടത്തി അത് എന്താ അല്ല ചേച്ചിയുടെ കഴിവ് വിശ്വാസം ഇല്ലയോ കൊച്ചേ? അയ്യോ അല്ല അവളും ഇടിക്കുക. പക്ഷെ ഇത്രയും കാശൊക്കെ ചേട്ടത്തി മുടക്കുമ്പോഴേ ദേ, മുടക്കുന്നതിന്റെ 5 ഇരട്ടിയാ ഞാൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓ നടക്കാത്ത കാര്യമൊന്നും പറയല്ലേ എന്റെ കുഞ്ഞെ. അല്ല, ലാഭം കിട്ടും ആ ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. ആ 10-50 ദരിദ്രവാസികള് അഭിനയിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അതെ, ദരിദ്രകഥയൊന്നും അല്ല ഞങ്ങള് പറയാൻ പോകുന്നത്. അയ്യോ ചേട്ടത്തി, ഏ? ദേ ഞാൻ 2 വർഷം ഇരുന്ന് വർക്ക് ചെയ്ത് തയ്യാറാക്കിയ സബ്ജക്റ്റാ. ആ, ശരി. ആ സബ്ജക്റ്റിലൂടെ എന്ത് മെസ്സേജാ കൊച്ചു സമൂഹത്തോട് പറയാൻ പോകുന്നത്? അല്ല ചേട്ടത്തി, പിന്നെ സിനിമ എന്ന് പറയുന്നതേ മെസ്സേജ് ആയിട്ട് പറയാൻ വേണ്ടി. ആ ഉള്ളതല്ല, അതെനിക്കറിയാം. ഞാനിതാ ഒരു സന്ദേശം പറയുകയാണേ എന്ന് തോന്നുന്ന തരത്തിൽ കഥാപാത്രങ്ങൾ സംസാരിക്കാനും പാടില്ല. ആ, പക്ഷേ ഒരു കാഴ്ചപ്പാട് വേണ്ടായോ കൊച്ചേ? ഒരു വീക്ഷണം വേണ്ടായോ? അങ്ങനെ എന്ത് വീക്ഷണമാ ഈ ദരിദ്രകഥയിലൂടെ പറയാൻ പോകുന്നത് എന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല ചേട്ടത്തി, ആദ്യം ലോങ് ഷോട്ടിൽ കുറെ. ഓ, എന്റെ കൊച്ചേ, ഷോട്ടൊക്കെ അവിടെ നിക്കട്ടെ. പലരും കഥ പറഞ്ഞ് ഈ പ്രൊഡ്യൂസറെ വരട്ടുന്നത് ഈ ഷോട്ടിന്റെ സഹായത്തോടെയാ. കഥയൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. അയ്യോ അല്ല ചേട്ടത്തി. ആഹാ, എന്നാ ഒന്നും വേണ്ടായോ? എനിക്ക് പോലെ വേണം, തീർച്ചയായിട്ടും വേണം. എനിക്ക് നല്ലൊരു റോള് വേണം കേട്ടോ. പിന്നെന്താ, ചൊടയുണ്ടെങ്കി തല്ലടാ, ചൊടയുണ്ടെങ്കി തല്ലടാ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അപ്പതേ ഏവരുടെയും സാന്നിധ്യത്തിൽ ഞാനൊരു കുഞ്ഞ് അഡ്വാൻസ് കൊടുക്കാൻ പോവുക നമ്മുടെ സംവിധായികയ്ക്ക്. അയ്യോ ചേട്ടത്തി. എന്നതാ കൊച്ചേ? അതെ, അഡ്വാൻസ് തരുന്നത് എന്നാത്തിനാണെന്ന് അറിയാവോ? കമ്മിറ്റഡ് ആയി എന്നുള്ള ഒരു ഉറപ്പിലേക്ക്. ദാ, ഇത് വാങ്ങണം. കർത്താവേ. എന്നാ ഞാനൊരു മഹാസത്യം പറയട്ടെ. എന്നതാ കൊച്ചേ? ഞാൻ ചേട്ടത്തിൽ കൂടിയാണ് സംവിധാനം പഠിക്കാൻ പോകുന്നത്. നമസ്കാരം മാഡം. ആ, വാ 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 വാ. ഇരിക്ക്. എന്നതാ കാര്യം? അല്ല ചേട്ടത്തി, 1-2 തവണ ആലോചിച്ചിട്ടാണോ ഇത്? ഏത്? അല്ല, സിനിമയ്ക്ക് വേണ്ടി കാശ് മുടക്കുന്നതേ. ആ, എന്റെ ചേട്ടത്തി, കാര്യം എന്റെ ചേച്ചിയൊക്കെ തന്നെയാ. ആദ്യം ഞാനും വിചാരിച്ചു അവള് വലിയ സംവിധായി ആണെന്നൊക്കെയാ. പിന്നല്ലേ കാര്യങ്ങൾ മനസ്സിലായത്. കാശ് ഇറങ്ങിയിട്ട് അവസാനം എന്റെ കഴുത്തെ പിടിക്കരുത്. ഈ പ്രോജക്റ്റിന് നഷ്ടം വന്നാൽ അതെന്റെ കുറ്റം കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം ഇതിനിപ്പോ ഞാൻ എനിക്ക് വേണ്ടി തന്നെയാ ഫൈനാൻസ് ചെയ്യുന്നത്. അല്ല, ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നല്ലേ ചേട്ടത്തി. ഈ പ്രായത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ പ്രായത്തിൽ ഇങ്ങനെ കൂട്ടുകാരിയോട് വഴക്കും കൂടി നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കൊച്ചേ? ഈ പ്രായത്തില് കലാപരമായ മേഖലയിൽ ഇച്ചിരി കാശിറക്കുന്നത്. അയ്യോ ചേട്ടത്തിയുടെ കാര്യം.
അല്ല ഡയറക്ടർ സാറേ, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, ക്ഷമിക്കണം. ഇങ്ങനെ എപ്പോഴെപ്പോഴും തലമുടി കറുപ്പിക്കണതിന് ഇതൊക്കെ പ്രകൃതി നിശ്ചയങ്ങളല്ലേ കുഞ്ഞേ. ഇന്ന കാലത്ത് പല്ല് മുളയ്ക്കണം, പൊഴിയണം, ഇന്ന കാലത്ത് തൊലി ചുവക്കണം, ചുളുങ്ങണം, ഇന്ന കാലത്ത് മുടി കറുക്കണം, വെളുക്കണം. അത് സാധാരണക്കാർക്ക്. കാരണം അവര് വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാ. ഓ. പബ്ലിക് ഫിഗർ ആവുമ്പോ സംഗതി അങ്ങ് മാറും. നമ്മുടെ ഓരോ ചലനങ്ങൾ, ഓരോ ഭാവങ്ങൾ ഒക്കെ നോക്കിയ ജനലക്ഷങ്ങൾ നിൽക്കുന്നേ. അങ്ങനെ. ഇപ്പൊ എന്റെ കാര്യം, ഞാൻ ഡയറക്ട് ചെയ്ത സിനിമ പുറത്തു വരുമ്പോഴേ, ഓ, എന്നെങ്കിലും അങ്ങനെ ഒരു സംഭവം നടക്കൂ കുഞ്ഞേ. ഒയ്യോ ലത ചേച്ചി കൊള്ളാം, അതെല്ലാം ആയിക്കഴിഞ്ഞു. ദരിദ്രന്മാര് 19 ഇപ്പൊ തന്നെ റെഡിയായി. ആ ചേച്ചി അന്ന് എന്നോട് ചോദിച്ചില്ലേ ഒരു റോള്? ആ ആ, അത് ആ റോള് ഞാൻ ചേച്ചിക്ക് തരാൻ പോവാ. അയ്യോ, സത്യമാണോ കുഞ്ഞേ? സത്യം.